നെസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിൽ പോയിട്ടുള്ള ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അന്ന് പുതിയ അടുപ്പുണ്ടാക്കിയിട്ട് എൻ്റെ ഉമ്മ പാല് കാച്ചിയാണ്. വെറുതെ ഇത് അങ്ങനെ ചടങ്ങായിട്ടൊന്നുമില്ല, വെറുതെ ഒന്ന് പുതിയ അടുപ്പൊന്ന് ഇതാക്കി ഉദ്ഘാടനം കഴിച്ചതാണ്. അന്ന് എന്താ വെച്ചാൽ വിശേഷം, ഉമ്മ ഉംറക്ക് പോകുന്നുണ്ട്. അപ്പോൾ അന്ന് കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഉള്ളൊരു ചെറിയൊരു പരിപാടിയാണ് കേട്ടോ. ഞാൻ തലേന്ന് രാത്രി തന്നെ അവിടെ പോയിട്ടുണ്ട് കേട്ടോ. കാക്ക അവിടെ കൊണ്ടാക്കി തന്ന് അപ്പം തന്നെ പോന്ന്. കാക്ക് പണി ഉണ്ടായിനി. അപ്പോൾ ഇതാ വീട്ടിലെത്തി. പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനുണ്ട്. കുറച്ച് വെറും ചോറ് ഉണ്ടാക്കാനുണ്ട്, സാധാ ചോറില്ല അതും, പിന്നെ പച്ചക്കറി, ഉപ്പേരി, പപ്പടമൊക്കെയാണ്. ഇതാ ഈ ഒരു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു പണി കഴിയാതെ തന്നെ അവിടെ കൂടിയതാണ്. കുറേ കാലം 2-3 വർഷം ഉമ്മൻ്റെ തറവാട്ടിൽ ഉമ്മയും ആങ്ങളെയും ഭാര്യ എല്ലാവരും കൂടി നിന്നിട്ടുണ്ടായിനിയത്. ബിരിയാണി ഓർഡർ ചെയ്തിക്കാണ് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് അവിടെ പോയി വെക്കാനും ഇനി പാത്രം, അടുപ്പ് ഒക്കെ തിരഞ്ഞെടുക്കണ്ടേ. അപ്പോൾ അതുമല്ല, നമ്മൾ വീട്ടിലൊരു പരിപാടി ഉണ്ടാകുമ്പോൾ നമ്മൾ വലിയ രീതിയിൽ ഫുഡ് ഉണ്ടാക്കുക അറിയുമ്പോൾ നമ്മൾ ആകെ ടയേർഡാകുകയും ചെയ്യും, പറ്റില്ല. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ പുലർച്ചക്കൊക്കെ എണീറ്റിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് ഒന്ന് ഓർഡർ ചെയ്തിക്കാണ് കേട്ടോ. 10 കിലോൻ്റെ അടുത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി പിന്നെ ഇതാണ് വീടിൻ്റെ ഉൾഭാഗമൊക്കെയാണ് കേട്ടോ. 2 റൂം, ഡൈനിങ് ഹാള്, വർക്ക് ഏരിയ, അടുക്കള, അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ സിറ്റ് ഔട്ടും കൂടി ഉണ്ടാക്കാനുണ്ട്. ഫുൾ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. തേപ്പും വാതിലൊക്കെ അങ്ങനത്തെ ഒക്കെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ കിച്ചണിൽ ടൈലിടാൻ ഇന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പം ഇന്നിപ്പോൾ പരിപാടി ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് വൈകുന്നേരം അയക്കുന്നതാണ്. ഇത് വർക്ക് ഏരിയ ആണ് കേട്ടോ ഇപ്പോൾ കാണിച്ചത്. ഇത് ഇതാ ഇവിടുന്ന് അടുക്കളയിൽ നിന്ന് ഉള്ളൊരു വ്യൂ ആണ്. ഡൈനിങ് ഹാളൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുടിക്കാൻ അവിടെ പിന്നെ വെള്ളത്തിന് ഇനി ആർക്കെന്ത് പ്രശ്നം വേണ്ടായി വെച്ചിട്ട് കുടിവെള്ളം അവന് വാങ്ങിയതാണ് കേട്ടോ, ബോട്ടിൽ. അപ്പോൾ ഇതാ അവിടെ നാത്തൂന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പൊടി പാറിയിട്ട് ആകെ വൃത്തികേടാവുകയാണ് പാത്രങ്ങളൊക്കെ എന്നൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ ടൈലിട്ടാൽ അവിടെ ഒരു വൃത്തിയാവുമല്ലോ. അത് അവിടെ ഒരു കൊലായും ഒരു റൂമും കൂടി വരാനുണ്ട്. പിന്നെ ആങ്ങൾക്ക് 3 മക്കളാണ്. പിന്നെ ഉമ്മയും എല്ലാവരും കൂടിയുള്ള ആൾക്കാരായതുകൊണ്ട് 2 റൂമും മതിയാവില്ലല്ലോ. പിന്നെ അതാ ഇഷുമോനും ആങ്ങളുടെ ചെറിയ മോളും റീമയും കൂടി ഫ്രൂട്ട്സ് അരിയാൻ വേണ്ടി കൂടിക്കുകയാണ്. ഞാൻ വേഗം ഇതാ പത്തക്കൊക്കെ മുറിച്ച് വെക്കുകയാണ് ഈ ഫുഡിൻ്റെ കൂടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ആ ഒരു കൗണ്ടർ ടോപ്പ് അത്ര എത്തുന്നില്ല കേട്ടോ. എനിക്ക് വലിപ്പം കുറവാണ്. നാത്തൂന് ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ അവർ ഹൈറ്റിനനുസരിച്ചിട്ടാണ് ഉണ്ടാക്കുക കൗണ്ടർ ടോപ്പൊക്കെ. പക്ഷേ എനിക്ക് ഇത്തിരി ഹൈറ്റുള്ളത് വേണം. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ അടുക്കളയിൽ പാകത്തിനുള്ള ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുനിഞ്ഞ് നിന്നിട്ടാണ് ഇതൊക്കെ മുറിക്കുന്നതൊക്കെ. അപ്പോഴേക്കും ഇതാ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് വെക്കുമ്പോഴേക്കും തന്നെ ഫുഡ് എത്തിയിട്ടോ. അതാ ഇങ്ങനത്തെ ചെമ്പിലാണ് കേട്ടോ ദമ്മൊക്കെ ഇട്ടിട്ടുള്ളതാണ്. പിന്നെ ഇതാ ഞങ്ങളുടെ ചെറിയ മോനാണ്, അവനിതാ തൈരും അച്ചാറൊക്കെ നോക്കുകയാണ്. പാത്രത്തിലാക്കാൻ വേണ്ടി ഓരോരുത്തരും ഓരോ പണി ഏൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഇതാ ഞാനും ആങ്ങളെയും കൂടിയാണ് ചോറ് മിക്സ് ചെയ്തതൊക്കെ. പാത്രങ്ങളാണ് വലിയൊരു ബുദ്ധിമുട്ട് കേട്ടോ. അത്യാവശ്യം വീട്ടിലാവശ്യമുള്ള പാത്രങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ വലിയ പാത്രങ്ങളൊക്കെ ഉള്ളത്. ആദ്യം 2 ചെറിയ പാത്രത്തിലാക്കി, പിന്നെ ചിക്കൻ മാറ്റി, പിന്നെ റൈസ് അങ്ങോട്ട് മാറ്റി ഇങ്ങനെ കുറച്ച് അങ്ങോട്ടും കളിക്കുക ചെയ്ത്. പിന്നെ ഫുഡ് പിന്നെ വിളമ്പാനും ഇതാക്കാനൊക്കെ നമ്മളെല്ലാം ഉഷാറാണല്ലോ. പിന്നെ അമ്മായിയാണ് കേട്ടോ. അതാ റോസ് തട്ടിട്ട്. പിന്നെ വീട്ടിനടുത്തുള്ളവരൊക്കെ ഉണ്ട്. ഈ ആൾക്ക് വേണ്ടിയിട്ടാണ് ചോറ് വെച്ചത്. ആദ്യം നമ്മൾ പറഞ്ഞു ഒരാൾക്ക് വേണ്ടി മാത്രമാണ് ചോറ് വെക്കണമെന്നൊക്കെ പറഞ്ഞെങ്കിലും രാത്രി നമ്മളെല്ലാവരും വെറും ചോറ് തന്നെയാണ് കേട്ടോ കഴിച്ചത്. എല്ലാ സമയത്തും ബിരിയാണിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രാവിലെ ഉച്ചക്കും രാത്രിയൊക്കെ ബിരിയാണി കഴിക്കുമ്പോൾ ഒരു ഇതാണ്. എനിക്ക് പിന്നെ ബിരിയാണി ഉച്ചക്ക് കഴിച്ചാൽ പിന്നെ കഴിക്കാൻ ഇഷ്ടം പിറ്റേന്ന് രാവിലെ പുട്ടുംകുറ്റിയിലൊക്കെ ഇട്ട് ചൂടാക്കിയിട്ടുണ്ടല്ലോ, അത് ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ ബിരിയാണി വെക്കുകയാണെങ്കിൽ കുറച്ച് ഭാഗം ഞാനവിടെ മാറ്റി വെക്കും. കുട്ടികളാണ് തൈരും അച്ചാറൊക്കെ പാകത്തിലാക്കുന്നതും. പിന്നെ ഫ്രൂട്ട്സൊക്കെ നേരത്തെ തന്നെ കട്ട് ചെയ്ത് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ പൊരിച്ചത് അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ, വെറും ബിരിയാണി മാത്രമേ ഉള്ളൂ. 12 മണി 1 മണിയൊക്കെ ആയപ്പോൾ അതിന് ആരെയും കാണാനായിട്ട് ഞാനും എൻ്റെ ആങ്ങളെയും പറയാണ്, പഠിച്ചവനെ ബിരിയാണി ബാക്കിയാവും, ആരെയും കാണുന്നില്ലല്ലോ. പിന്നെ ടൗൺ ഭാഗത്തേക്ക് അങ്ങനെയാണല്ലോ, 2 മണിയൊക്കെ അടുപ്പിച്ചാണല്ലോ ആൾക്കാർ വരിക. അങ്ങനെ കൂടുതലും അയൽവാസികളാണ് കേട്ടോ, കുറഞ്ഞ കുടുംബക്കാരേ ഉള്ളൂ. പ്രത്യേകിച്ച് കുടുംബത്തിൽ കുറഞ്ഞ ഒരു 1/4 ഭാഗം ആൾക്കാർ ഉമ്മൻ്റെ ആൾക്കാർ മുജാഹിദാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല, വലിയ താല്പര്യമില്ലാത്തതിനോട് അവരാരും വരില്ല. അങ്ങനെ കുറഞ്ഞ ആൾക്കാരെ വരികയുള്ളൂ. പിന്നെ കൂടുതലും അയൽവാസികളും ഉമ്മൻ്റെ പരിചയക്കാരുമാണ്. ഇതാ ഈ പോകുന്ന കേട്ടോ എൻ്റെ അമ്മായി വീടിൻ്റെ അടുത്ത്, അമ്മോനും ഭാര്യയും വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോഴേക്കും ഇതാ മോളും കുട്ടികളും വന്ന് ഓക്ക് വെള്ളം കൊടുത്തോളം കുടിക്കുകയാണ്. ഇഷുമോന് തലേന്ന് രാത്രി തന്നെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇനി പിറ്റേന്ന് മോളും ബേബിയാണ് വന്നത്. പിന്നെ അതാ അമ്മോൻ്റെ മോനാണ് ഇട്ടത്. അവന് അന്ന് രാത്രി ഗൾഫിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ ഞാൻ വന്നതിനെ കൂടെ എന്നെ കണ്ട് ഇനി 2 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ കാണുള്ളൂ എന്നൊക്കെയുള്ള ഓരോന്ന് പറയുകയാണ്. ഇന്ന സിനിമയിലെത്തുന്നൊക്കെ പറഞ്ഞ് ഇന്നെ കുറേ കളിയാക്കുകയാണ് അവർ.
പിന്നെ അത് അമ്മായി വെറുതെ നോക്കാൻ വന്നതാട്ടോ. അമ്മായി ആകെ കൊടുക്കും ഇന്നെ വീഡിയോ എടുക്കണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അമ്മായി മാറ്റാതെ വന്നതാണ് വെറുതെ നോക്കാൻ. അതാ ഇതാണ് കേട്ടോ അമ്മോനും. ഇപ്പം ആകെ 2 ആങ്ങളമാരാണ് ഉമ്മക്കുള്ളത്. ഒരാൾ മരിച്ചുപോയി, ഇപ്പോൾ ഒരാളാണ് ഉള്ളത്. ഈ അമ്മായി മാറ്റാൻ വന്നിട്ട് അമ്മായി പറയും ഞാൻ ഇവിടെ നല്ല മാറ്റി പർദ്ദ ഇട്ട് വരായി വെച്ചിട്ട് ഈ മാക്സിയിലായിപ്പോയി എന്ന് പറഞ്ഞു. അമ്മോന് കട തുറക്കാനുള്ളതിനോണ്ട് വേഗം ഭക്ഷണം കഴിച്ച് വേഗം പോവുകയാണ്. അപ്പോൾ യാത്രയൊക്കെ പറഞ്ഞു പോവുകയാണ്. നോമ്പ് 2-നാണ് കേട്ടോ പോകുന്നത്. പിന്നെ അതാകെ കാര്യമായിട്ടുള്ളത് അമ്മോനും അമ്മായിയും പിന്നെ അമ്മായിൻ്റെ മോനും മരുമോളും മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി ഇതൊക്കെ പിന്നെ പരിചയക്കാരും ഷോപ്പിലുള്ളവരും അങ്ങനത്തെ കുറേ ആൾക്കാരാണ് കൂടുതലുള്ളത്. ആദ്യം ഇവിടെ വീടുണ്ടായി കേട്ടോ. അപ്പോൾ ഇവിടെ നല്ലോണം വെള്ളം കയറുന്ന ഒരു സ്ഥലമായതുകൊണ്ട് പിന്നെ മൊത്തത്തിൽ പൊളിച്ച് കുറേ ബുദ്ധിമുട്ടായി. പൊളിച്ച് പിന്നെ മണ്ണൊക്കെ ഇട്ട് ഫില്ലർ വാർത്ത് അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ട് തറയിട്ടതാണ്. കുറേ പൈസ തറമലായി. ഒരു വീടുണ്ടാക്കാനുള്ള പൈസകൾക്ക് തറമലായിട്ടുണ്ട്. പിന്നെ അത് വലിയ അമ്മായിയാണ് കേട്ടോ ഈ ഒരു ക്രീം സാരി എടുത്തത്. വലിയ അമ്മായിയും പിന്നെ നമ്മളെല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ ചിരിച്ച് ബോധം കെട്ടിട്ടോ. ഞാൻ ഈ അമ്മായിമാരെ കൂടെ ഇല്ലല്ലോ ചെറുതാവുമ്പോൾ ഞാനും. പിന്നെ നമുക്ക് നല്ല വീടൊന്നും ഇല്ലാത്തതിനോട് ഇന്നെ അമ്മൻ്റെ വീട്ടിലാണ് നിർത്തുക. വലിയ കുട്ടിയാണ് പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അന്നൊക്കെ അങ്ങനെയാണല്ലോ. ഞാൻ ഈ അമ്മായിമാരുടെ ഇടയിലാണ് വലുതായതും സ്കൂളിൽ പോയതും കോളേജിൽ പോയതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആ കാലത്തെ കുറേ കോമഡികളുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് ചിരിക്കുകയാണ് സത്യത്തിൽ. വല്യമ്മ കാണാതെ സിനിമ കാണാൻ പോയതും ആ കഥകളൊക്കെയാണ് പറഞ്ഞ് ചിരിക്കുന്നത്. മോളും ഇത് കണ്ട് കേട്ടിട്ട് അന്ത വിട്ടിരിക്കുകയാണ്. അത്രയും നല്ല ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് കാണില്ല ചെറുപ്പകാലം കഴിച്ചതെന്നൊക്കെ പറയാവുള്ളൂ. കുറേ കഷ്ടപ്പാട് ബുദ്ധിമുട്ട് തന്നെയാണല്ലോ നമ്മൾ ഇതുവരെ കേട്ട്. പക്ഷെ ഇത് കേട്ടിട്ട് അങ്ങനെ കഷ്ടപ്പെട്ട മാതിരിയൊന്നും ഇല്ലല്ലോ എന്നറിയാണ്. പിന്നെ അതായത് അടുത്ത വീട്ടിലത്തെ ചേച്ചിയാണ്. അത് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഭയങ്കര കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. പിന്നെ വീടിന് മുറ്റത്ത് മോനക്ക് വേണ്ടി ഊഞ്ഞാലിട്ടിട്ട് ഊഞ്ഞാല കണ്ടാൽ പിന്നെ നമ്മൾ പൊതുവെ ഊഞ്ഞാല കണ്ടാൽ വിടാറില്ലല്ലോ. അപ്പം കുറേ സമയം ആടി സമയം കിട്ടിയില്ല, അത്രയേ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് ഭയങ്കര സന്തോഷമായൊരു ദിവസമായിട്ട് അത് പറയാതിരിക്കാൻ പറ്റൂല. എൻ്റെ വീട്ടിൽ പോയാൽ എത്രമാത്രം സന്തോഷവും ചിരിയും കളിയൊന്നും ഉണ്ടാവലില്ല കേട്ടോ. ഉള്ളത് പറയുന്നത് എന്താ, അവിടെ ഭയങ്കര സീരിയസ് ആണ് എല്ലാവരും. കോമഡി അവിടെ വല്ലാതെ വർക്കൗട്ട് ആയില്ല. ഇക്കാക്കൻ്റെ വീട്ടിലാണെങ്കിൽ സീരിയസ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കോമഡികളാണ് എല്ലാവരും നല്ല തമാശയൊക്കെ പറയുന്ന പോലെയാണ്. അപ്പോൾ പിന്നെ വീട്ടിലേക്ക് മോള് വരുന്ന സമയത്ത് വഴിയിൽ മാങ്ങ നോട്ടിട്ട് വെച്ച് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ കൊതി വരുന്ന സമയമാണല്ലോ. അപ്പം എന്നോട് പറഞ്ഞു ഇമ്മ അവിടെ കുറേ മാങ്ങ ഉണ്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇമ്മനെ അറിയൂ നമുക്ക് പോയി ചോദിക്കാറിഞ്ഞിട്ട് അങ്ങനെ ചോദിച്ചതാണ്. അപ്പോൾ മോള് പറയുന്നുണ്ട് ഇമ്മ നിങ്ങൾ അങ്ങനെ ചോദിക്കലില്ല, എന്തേ പറ്റി പോയി ചോദിച്ച് വാങ്ങി കൊണ്ടുവരുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ചമ്മലാണ്. ചോദിച്ചാലും ഒരു തന്നില്ലെങ്കിൽ നാണക്കേടല്ലേ. പക്ഷെ ഞാൻ എന്തായാലും ഒരു മാങ്ങല്ലേ, നിറയെ മാങ്ങയുണ്ട്. അപ്പോൾ പറഞ്ഞപ്പോൾ ഒരു 2 മാങ്ങ ഇനി വേണമെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞതാണ്. അപ്പം അങ്ങനെ പോകും. ഓക്ക് ഭയങ്കര സന്തോഷമായി. മാങ്ങ കണ്ടിട്ട് കൊതിയായിട്ട് നിൽക്കണം. പിന്നെ ഓക്ക് മാത്രമല്ല നമ്മൾക്ക് എല്ലാവർക്കും അവളെ വയറ് കണ്ടപ്പോൾ 2 മാങ്ങ കൊടുത്തോല്. ആദ്യം മനസ്സിലായിട്ടില്ല. ഞാൻ കുറേ കാലം മുമ്പേ വല്ലപ്പോഴും അല്ലേ വന്ന് പോലും, അവിടെ നിൽക്കലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടുത്തെ അയൽവാസിയൊക്കെ വലിയൊരു പിടുത്തമില്ല എന്നെ. അതുകൊണ്ട് പരിചയപ്പെട്ട് പറഞ്ഞപ്പോൾ മനസ്സിലായി. വേഗം ഇനി വേണമെന്ന് വെച്ചാൽ വേണ്ട 2 മാങ്ങയും ആയിട്ട് ഞങ്ങൾ പോകുന്നത്. അത് വീട്ടിലെത്തുന്നതിന് മുന്നേ പറഞ്ഞ മാതിരി തിന്ന് തീരൽ കഴിഞ്ഞിട്ടുണ്ട്. ഇരുന്ന് തിന്നിക്കുകയാണ് ആ 2 എണ്ണോള്. പിന്നെ കുട്ടികളെല്ലാവരും ചോദിച്ചപ്പോൾ ചെറിയ കഷ്ണങ്ങളാണ് അവൾ കൊടുത്തത്. വീട് പണി നിൽക്കുന്ന സമയത്ത് ഞാനും കുട്ടികളും ഇവിടെ 1-2 കൊല്ലം ഇവിടെ ഉണ്ടായിന് കേട്ടോ. ഇവിടെയൊക്കെ സ്കൂൾ മാറ്റിയൊക്കെ ചെയ്തിട്ടുണ്ടായിനി. അപ്പോൾ ഓക്കും ഓളെയും നല്ല പരിചയമാണ് അവിടെ ഉള്ളവർക്കൊക്കെ. ചെറിയതായ സമയത്താണ്, വലുതായതിന് ശേഷം അങ്ങനെ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. ഇതാണ് കേട്ടോ മാമൻ്റെ വീട്, എൻ്റെ അമ്മോൻ്റെ വീട്. അതിൻ്റെ തൊട്ട് സൈഡിലാണ് ഞങ്ങളെ വീടുള്ളത്. ഇന്നിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ പരിപാടിയൊക്കെ ആണ്. ഓൻ ഗൾഫ് പോണതിനോണ്ട്, അമ്മായിൻ്റെ മോൻ ഗൾഫ് അമ്മോൻ്റെ മോൻ ഗൾഫ് പോണതിനെ കൊണ്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ കസേലൊക്കെ തിരിച്ചു കൊണ്ടുപോവാണ്. പിന്നെ കിച്ചണിലിടാനുള്ള ടൈലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇക്കാക തലേന്ന് രാത്രി എന്നെ കൊണ്ടാക്കി പോയതാ. പിന്നെ പിറ്റേന്ന് വൈകുന്നേരമാണ് കേട്ടോ വരുന്നത്. വന്ന പാടന്നെ കാക്ക് പണി കൊടുത്തിട്ടുണ്ട്. മേശയും കസേലൊക്കെ വണ്ടിയിലേക്ക് കയറ്റാണ്. പിന്നെ ടൈൽസ് ഇറക്കുന്നുണ്ട്. അങ്ങനെ ജഗമോഗ പരിപാടി. അപ്പോൾ ഞാൻ പറയുമോ പാവം പണി അവസാനം വന്ന് പണി ചോറ് പാറായിട്ട് പണി എടുക്കാന്ന് പറഞ്ഞ് കളിയൊക്കെ ഞങ്ങളെല്ലാവരും കൂടി. ഇനിയിപ്പോൾ നമുക്ക് നല്ല തിരക്കാവും. നോമ്പ് 2-നല്ലേ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ എല്ലാവരുടെ അടുത്തും 2 ദിവസം നിൽക്കുക. എല്ലാവരും വെച്ചാൽ എൻ്റെ ഞങ്ങളുടെ അടുത്ത് മൂത്ത മോൻ്റെ അടുത്തും 2 ദിവസം, പിന്നെ 2 ദിവസം എൻ്റെ അടുത്തും വരാമെന്നുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഈ വോയിസ് ഇടുന്ന സമയത്ത് ഉമ്മ ആങ്ങളുടെ വീട്ടിലാണുള്ളത്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരും 2 ദിവസം എൻ്റെ അടുത്തേക്ക് നിൽക്കാൻ. അപ്പോൾ ഞാൻ മോളോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. മോളോടും കുട്ടികളോടും എല്ലാവരും കൂടി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോളെ വീഡിയോ എടുക്കുമ്പോൾ അമ്മ നിങ്ങൾ ഇന്നെ വിറ്റ് പൈസ ഉണ്ടാക്കുക അല്ലേ എന്ന് വെച്ചപ്പോൾ ഞാൻ പറയേ വിറ്റ് പൈസ ഉണ്ടാക്കുക ഈ പേളിമാണിൻ്റെ മോളെന്ന് വെച്ച് കളിയാക്കുക അവളെ. അപ്പോഴേക്കും ഉമ്മ ചോദിക്കുക എന്താ ഇവിടെ അമ്മയും മോളും കൂടി ഒരു കച്ചപ്പിച്ചാന്ന് വെച്ചാൽ മാങ്ങ തിന്നിട്ട് നോക്ക് നിങ്ങൾ പറയണ്ട. ഇത് കണ്ടിട്ട് എനിക്കിപ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട്.
പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി തറവാട്ട് പോയിട്ട് ഉമ്മൻ്റെ കോഴിനെയും കുറേ പച്ചക്കറിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ വിറകും ഉണ്ടായിന്, വിറക് കാക്ക വണ്ടി കയറ്റാൻ സമ്മതിച്ചില്ല. പിന്നെ കുറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൂ. പച്ചക്കറി ഉണങ്ങിപ്പോയി വിചാരിച്ചിട്ടേ. അപ്പം ഉമ്മ ഏതായാലും നശിച്ചു പോയി കൊണ്ടുപോയിക്കാണെങ്കിൽ തക്കാളി മുളകും തൈ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടീൻ്റെ ബാക്കിൽ നല്ല കോമഡിയാണ്. ഞങ്ങൾ കുറേ പറഞ്ഞ് ചിരിച്ചിട്ടുണ്ടായിന്. ഈ പറക്കും തളികയിലെ സിനിമയിലെ പോലെയാണ് ദിലീപ് കൊണ്ടുപോകണ മാതിരിയാണ്, വണ്ടി നിറച്ച് ചെടികളാണെന്ന് പറഞ്ഞിട്ട്. ഇതാ കണ്ടില്ല, കുറേ ചെടിയുണ്ട് കേട്ടോ, നാരങ്ങത്തൈ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, കുഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. ഇതാ ഇഷുമോനും ബേബിയൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ. പിന്നെ ഇതാ രാത്രി ഒരു 11:30 മണി 12 മണിയോളം അയക്കുന്നുണ്ടോ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ മോളും നാത്തൂനും കൂടി പറയാം, ഞങ്ങൾ പപ്പനെ സമ്മതിക്കണം കേട്ടോ, എന്ത് പറഞ്ഞാലും അപ്പോൾ വണ്ടി കയറ്റി കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഇക്കാക്ക ചായയൊക്കെ ഉണ്ടെന്ന് അറിയാം മോള്. പിന്നെ അതാ രാത്രിയായി വീട്ടിലെത്തി. ഇതാ മക്കൾ വന്ന് വാതിൽ തുറക്കാണ്ടോ. പ്യാപ്പിൾ എപ്പോഴും ഷോപ്പ് അടച്ച് എത്തിയിട്ടില്ല. ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്താണ് പ്യാപ്പിൾ എത്തിയത്. 11:30 ആയിക്കിന് വീട്ടിലെത്തുമ്പോൾ. ബേബി ഉറക്കത്തിലൊക്കെ എണീറ്റാണ്. പിന്നെ ഇതാ വീട്ടിലെത്തിയിട്ട് ഇതാ സാധനങ്ങളൊക്കെ ഇറക്കുക. ഇതിൽ ചാണപ്പൊടി ഉണ്ട്, ആട്ടുകാട്ടുണ്ട്, ഒരു വിധമൊക്കെ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഉമ്മ വീട്ടിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ, ഇൻഷാ അല്ലാഹ്.